ഹലോ എവരിവൺ, യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടൻസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. പിന്നെ സംസാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഫെയിൻറ്റ് ലൈൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ഫെയിൻറ്റ് ലൈൻ വന്നു കഴിഞ്ഞാൽ ഗർഭിണിയാകാൻ സാധ്യതയുണ്ടോ, അത് വീക്ക്ലി പോസിറ്റീവ് അതല്ലെങ്കിൽ ഫോൾസ് പോസിറ്റീവ് ആണോ, തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ഫെയിൻ്റ് ആയിട്ടൊരു മങ്ങിയ വരയാണ് വന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ മെജോറിറ്റി ഉള്ള കേസുകളിലും നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത്. എന്നാൽ ചില കേസുകളിൽ അത് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഈ മങ്ങിയ വരാൻ സാധ്യതയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ മിസ്കാരേജ് ഉണ്ടായിട്ടുണ്ടെന്ന് വയ്ക്കാം. മിസ്കാരേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറേ കാലം കൂടി പ്രഗ്നൻസി ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എയർലി മിസ്കാരേജ് വന്നിട്ട് പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഫെയിൻറ്റ് ലൈൻ കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഇൻഫെർട്ടിലിറ്റിക്ക് മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ HCG ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ നമ്മൾ കുറേ നേരത്തെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഫെയിൻറ്റ് ലൈൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാർക്ക്, തൈറോയ്ഡ് പ്രശ്നം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഫെയിൻറ്റ് ലൈൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ പ്രഗ്നൻസിക്ക് ഈ മാസം ട്രൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഫെയിൻറ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെജോറിറ്റി കേസിലും പോസിറ്റീവാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മങ്ങിയ വര കാണുന്നത്? എല്ലാവർക്കും പ്രഗ്നൻ്റ് ആവുന്നത്, അതായത് 2 ഡാർക്ക് ലൈൻ വരുമ്പോഴാണ് പ്രഗ്നൻ്റ് ആവുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ നിങ്ങൾക്ക് ഈ മങ്ങിയ വര വരാനുണ്ടായ കാരണം എന്താണ്? അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വളരെ നേരത്തെ ആയിരിക്കും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക. അതായത് നമുക്ക് പീരീഡ്സ് മിസ്സായി ഒരു 1 വീക്ക് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് ആകുക. പീരീഡ്സ് മിസ്സാകുന്ന ഡേ വരെയെങ്കിലും വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ മിക്ക ഹോം പ്രഗ്നൻസി കിറ്റുകളും 90% ആക്യുറസിയോടെ ടെസ്റ്റ് ചെയ്യുന്നവയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ള എളുപ്പമുണ്ട്. അപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചില ആൾക്കാർ ചിലപ്പോൾ അത്രയും വരെ ക്ഷമയില്ലാണ്ട് നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ചിലർക്ക്, അതായത് നമുക്ക് ഈ പ്രഗ്നൻസി ടെസ്റ്റിൽ പോസിറ്റീവ് ലൈൻ കാണിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടവും ബീജവും കൂട്ടിമുട്ടി ഫെർട്ടിലൈസേഷനൊക്കെ നടന്ന് അത് യൂട്രസിൽ പറ്റിപ്പിടിച്ച് ഇംപ്ലാന്റേഷനൊക്കെ നടന്ന് വളർന്ന് കഴിയുമ്പോൾ ഈ പ്ലാസന്റയിൽ നിന്നാണ് HCG എന്ന് പറഞ്ഞ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ HCG ഹോർമോണാണ് നമ്മൾ ഹോം പ്രഗ്നൻസി കിറ്റിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാരൊക്കെ വൈകി ഓവുലേഷൻ നടക്കുന്ന ആൾക്കാർ, അതായത് അവർക്ക് പീരീഡ്സിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 മേലേക്കുള്ള ആൾക്കാർ, അപ്പോൾ അവർക്ക് വൈകിയായിരിക്കും ഓവുലേഷൻ നടക്കുക. വൈകി ഓവുലേഷൻ നടക്കുമ്പോൾ വൈകിയായിരിക്കും ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ പോയിട്ട് 28 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനടി പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പോസിറ്റീവ് ലൈൻ കിട്ടണം എന്നില്ല. അപ്പോൾ അവർക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് വളരെ നേരത്തെ ആണെങ്കിൽ അപ്പോൾ ഈ ഫെയിൻറ്റ് ലൈൻ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ യൂറിനിൽ HCGയുടെ അളവ് ഡിറ്റക്റ്റ് ചെയ്യാൻ പാകത്തിൽ ഉയർന്നിട്ടില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഫെയിൻറ്റ് ലൈൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫെയിൻറ്റ് ലൈൻ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിലും ഇതുപോലെ ഫെയിൻറ്റ് ലൈൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫെയിൻറ്റ് ലൈനാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളൊരു 1 വീക്കും കൂടെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടെ റീടെസ്റ്റ് ചെയ്യുക. അപ്പോൾ റീടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം വന്ന ലൈൻ HCG ഹോർമോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആണെങ്കിൽ അത് ആദ്യത്തെ ദിവസങ്ങളിൽ ഓരോ 48 hours കൂടുന്തോറും അതിൻ്റെ വാല്യൂ ഇരട്ടിയായിട്ട് വരും. അതായത് HCG ഹോർമോൺ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം കിട്ടിയ ഫെയിൻറ്റ് ലൈനിനേക്കാൾ ഡാർക്കറാണ് പിന്നെ കിട്ടുന്ന ലൈന്, അല്ലെങ്കിൽ നല്ല ഡാർക്കായിട്ടുള്ള ലൈൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആണെന്ന് അനുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഫെയിൻറ്റ് ലൈനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഒരു 1 വീക്ക് കഴിയുമ്പോൾ പിന്നീട് റീടെസ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് നിങ്ങൾ ഉറപ്പിക്കേണ്ടതാണ്. ചില ആൾക്കാർ ഫെയിൻറ്റ് ലൈൻ കിട്ടുമ്പോൾ തന്നെ അവർ പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് ആ കിറ്റ് ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആണെന്ന് ഭയങ്കര അമിതാഹ്ലാദമുള്ള ആൾക്കാരുമുണ്ട്. രണ്ടുപേരും. ചില ആൾക്കാർക്ക് ഫോൾസ് പോസിറ്റീവ് റിസൾട്ടും ഇതുപോലെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഫോൾസ് പോസിറ്റീവ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയർലി മിസ്കാരേജ് വന്നിട്ടുള്ള ആൾക്കാർ പിന്നെ റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് കാണിക്കാറുണ്ട്. അപ്പോൾ അവരും ഈ ഫെയിൻറ്റ് ലൈൻ കണ്ടിട്ടും ഭയങ്കരമായിട്ട് സന്തോഷിക്കരുത്, അത് പോസിറ്റീവാണ് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫെയിൻറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 1 വീക്കും കൂടെ വെയിറ്റ് ചെയ്ത് രണ്ടാമത് റീടെസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കുമ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്.
അതായത് ടെസ്റ്റ് കിറ്റ് നമ്മളെ അതിലേക്ക് യൂറിൻ ഡ്രോപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ ആദ്യം ആ കൺട്രോൾ ലൈൻ ആയിരിക്കും നല്ല ഡാർക്കറായിട്ട് വരിക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടെസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ആദ്യം ലൈറ്റായിട്ട് വരും, അതിനുശേഷം മാത്രമേ കുറച്ച് ഡാർക്കറായിട്ട് വരുള്ളൂ. അപ്പം നിങ്ങൾ യൂറിൻ ഡ്രോപ്പ് ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. അത് നെഗറ്റീവ് കിട്ടി ഉടനടി കൊണ്ടേ വേസ്റ്റ് ബോക്സിലേക്ക് ഇടരുത്. അങ്ങനെ പല ആൾക്കാരും വേസ്റ്റ് ബോക്സിൽ നിന്ന് എടുത്തുകൊണ്ടൊന്ന് പോസിറ്റീവ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നേരം വെയിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ടും പോസിറ്റീവ് ആണോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക. പിന്നെ ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കുമ്പോൾ ഏർലി മോർണിംഗിലെ യൂറിനാണ് ഉപയോഗിക്കേണ്ടത്. നല്ല കോൺസെൻട്രേറ്റഡ് യൂറിൻ നിങ്ങൾ ഉപയോഗിക്കുക. അതിൽ മാത്രമേ HCG ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ രാത്രിയിൽ അമിതമായിട്ട് വെള്ളം കുടിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ യൂറിൻ അത്ര കോൺസെൻട്രേറ്റഡ് ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കും നിങ്ങൾക്ക് ഫെയിൻറ്റ് ലൈനായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വൺസ് ഒരു ഫെയിൻറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യാതെ അറ്റ്ലീസ്റ്റ് 1 വീക്ക് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ലൈന് ഡാർക്കർ ആകുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയും. അതായത് അവർക്ക് ആദ്യമേ HCGയുടെ അളവുണ്ടാവും, പക്ഷേ അത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഡ്രോപ്പ് ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾ രണ്ടാമത് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം കിട്ടിയ ലൈനിലും തിന്നർ ലൈനാണ് പിന്നെ കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ HCG ലെവൽ ഡ്രോപ്പ് ചെയ്ത് വരുവാണെന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെയുള്ള ആൾക്കാർക്ക് കെമിക്കൽ പ്രഗ്നൻസി ആകാനാണ് സാധ്യത. അത് നമ്മൾ പ്രത്യേകിച്ച് കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അത് നോർമലായിട്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ അറിയുക പോലും ചെയ്യാത്ത പ്രഗ്നൻസിയാണ് കെമിക്കൽ പ്രഗ്നൻസി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രഗ്നൻസി കിട്ടാനുള്ള സാധ്യതയുമില്ല. പിന്നെ ഫെയിൻറ്റ് ലൈൻ കിട്ടിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല വയറുവേദനയുണ്ട്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബർ പ്രഗ്നൻസിക്ക് ഇതുപോലെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ട്യൂബർ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനാണ്. അത് ഒത്തിരി ട്യൂബിലിരുന്ന് വളർന്നു പോയി കഴിഞ്ഞാൽ ട്യൂബ് റപ്ചറായി പോകും, നിങ്ങളുടെ ലൈഫിന് തന്നെ ഡേഞ്ചർ ആവുന്ന കണ്ടീഷനാണ്. അപ്പം അതുകൊണ്ട് ഈ ഫെയിൻറ്റ് ലൈൻ ഉണ്ട്, നിങ്ങൾക്ക് വയറുവേദന നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫെയിൻറ്റ് ലൈൻ കണ്ടു, നിങ്ങൾ 1 വീക്ക് കഴിഞ്ഞിട്ടും ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും ഫെയിൻറ്റ് ലൈൻ ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഒരു ലാബിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, യൂറിൻ ടെസ്റ്റും ചെയ്ത് കൺഫേം ചെയ്യുക. നിങ്ങൾക്ക് പ്രഗ്നൻസി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൺഫേം ചെയ്യുക. അല്ല പ്രഗ്നൻസി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺസ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെന്നിരിക്കാം, നിങ്ങൾക്ക് 10-15 ദിവസം കഴിഞ്ഞിട്ട് പീരീഡ്സ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പീരീഡ്സ് ആകുന്നതിന് വേണ്ടി ടിപ്സ് ഒന്നും തന്നെ ഫോളോ ചെയ്യാതിരിക്കുക. അവരെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവർക്ക് പ്രഗ്നൻ്റ് അല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്തെങ്കിലും കഴിക്കുക. അല്ല സ്വന്തമായിട്ട് പോയിട്ട് പൊടിക്കൈകളൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഫെയിൻറ്റ് ലൈൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആണെന്നൊരു നിങ്ങൾക്ക് ബോഡിയിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകം നമ്മുടെ ബോഡി കെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് തുടക്കത്തിൽ HCGയുടെ അളവ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ അതായത് നമ്മൾ ഹെവി വർക്കൗട്ടും ഹെവിയായിട്ടുള്ള ഭയങ്കര ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യാതെ നമ്മുടെ ശരീരം നന്നായിട്ട് ശ്രദ്ധിച്ച് ധാരാളം വെള്ളം കുടിച്ച് അഡിക്റ്റഡ് റെസ്റ്റ് എടുത്ത് ഉറങ്ങി നല്ല ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു എന്താ പറയുക, എല്ലാവരും പോസിറ്റീവ് റിസൾട്ടിനായി കാത്തു നിൽക്കുന്ന എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടിയിട്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.